മുസ്ലിം മതം ഉപേക്ഷിച്ചവർക്ക് ശരീഅത്ത് നിയമം ബാധകമാകരുതെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി ജൂലൈയിൽ വിശദമായ വാദം കേൾക്കും. മുസ്ലിം വ്യക്തി നിയമത്തിൽ ലിംഗസമത്വം ഇല്ലെന്നും സ്വത്തുഭാഗം വയ്ക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ലഭിക്കുന്നില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1937 മുസ്ലിം വ്യക്തി നിയമം അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് എക്സ് മുസ്ലിംസ് ഓഫ് കേരള സംഘടനയുടെ ജനറൽ സെക്രട്ടറി PM സഫിയ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിയിന്മേൽ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ചു. ജൂലൈ 2ാം വാരം കേസിൽ വാദം കേൾക്കാമെന്ന് അറിയിച്ച കോടതി വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസിനായി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ നിർദ്ദേശിച്ചു. നിലവിൽ രാജ്യത്ത് മുസ്ലിമായി ജനിക്കുന്നവർക്ക് മുസ്ലിം വ്യക്തി നിയമമാണ് ബാധകമെന്നും മുസ്ലിം മതം ഉപേക്ഷിക്കുന്നവർക്കും പാരമ്പര്യ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുമ്പോൾ ഈ നിയമം ബാധകമാകുന്നത് തടയണമെന്നുമാണ് ഹർജിയിലെ വാദം. ശരീഅത്ത് നിയമത്തിന് പകരം രാജ്യത്ത് നിലവിലുള്ള 1925 പിന്തുടർച്ചാവകാശ നിയമം ഏർപ്പെടുത്തണം. മുസ്ലിം വ്യക്തി നിയമത്തിൽ ലിംഗസമത്വമില്ലെന്നും സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ പോലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ലഭിക്കുന്നില്ലെന്നും PM സഫിയ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനം, ഡൽഹി.